ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല വെറൈറ്റി രീതിയിലാണ് ഞാൻ ഈ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലൊരു സ്റ്റാർട്ടറായും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഈ ചെമ്മീൻ ഫ്രൈ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ടേസ്റ്റി ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്കിവിടെ അത്യാവശ്യം വലുപ്പമുള്ള നല്ല ഫ്രഷ് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാം. ഇതിൻ്റെ ഫ്ലഷുള്ള ഭാഗത്തെ തൊലി മാത്രമേ ഞാൻ കളയുന്നുള്ളൂ. തലഭാഗത്തെയും വാൽഭാഗത്തെയും തൊലി കളയുന്നില്ല. കൂടാതെ ഫ്ലഷുള്ള ഭാഗത്ത് മുകളിലായി ഒരു ഗ്രീൻ കളറിലൊരു ഞരമ്പ് പോലത്തെ കാണാം. ആ ഭാഗവും ഒഴിവാക്കിയെടുക്കുന്നുണ്ട്. ചിലർക്കത് വയറ്റിലെത്തുന്നത് വയറുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. ഞാൻ പ്രോൺസ് എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ചുരുണ്ടു പോവാതിരിക്കാനായി ഒരു ഈർക്കിൾ വാൽഭാഗം മുതൽ തലഭാഗം വരെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇത് ചെറിയ വെളുത്തുള്ളി അല്ലിയാണ്. വലുതാണെങ്കിൽ ഒരു 5-6 എണ്ണം മതിയാകും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 ഇതള് പുതിനയില, ഒരു കൈപ്പിടി നിറയെ മല്ലിയില, അതേ അളവിൽ തന്നെ കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഗ്രീൻ കളർ മസാലയാണ് ഇതിനായി തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 8-10 കാന്താരി മുളക് ചേർക്കാം. കാന്താരി മുളക് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കാവുന്നതാണ്. പക്ഷേ കാന്താരി മുളക് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ചെമ്മീനിലോട്ടുള്ള മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മുടെ ചെമ്മീനിലോട്ട് തേച്ച് കൊടുക്കാം. ഞാൻ ഓരോ ചെമ്മീനായിട്ടെടുത്ത് മസാല പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ മുളകെല്ലാം ചേർത്തുകൊണ്ട് കൈ നീറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ടാണ് മസാല തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്കതിൻ്റെ പ്രോബ്ലം ഇല്ലെങ്കിൽ കൈകൊണ്ട് കുഴച്ചെടുത്താലും മതി. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പുരട്ടിയെടുക്കാം. ഞാനിവിടെ 350 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ടുള്ള മസാലയുടെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ എല്ലാ ചെമ്മീനിലും ഇതുപോലെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മസാല ഇതിന് മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം പൊരിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കൂടുതൽ അളവിൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ മീൻ പൊരിക്കാനൊക്കെ ഒഴിക്കുന്ന എണ്ണയുടെ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രം ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഹൈയിലിരിക്കണം. പിന്നെ നിങ്ങൾക്ക് മീഡിയത്തിലോട്ട് മാറ്റി ചെമ്മീൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടാവാതെ മീൻ ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയെല്ലാം എണ്ണയിലോട്ട് സ്പ്രെഡായി മീനിലെ മസാലയെല്ലാം പോയി പോകും. എണ്ണ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചെമ്മീൻ ഓരോന്നായി വെച്ച് കൊടുക്കാം. മീനെല്ലാം വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി എല്ലാം വേവിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. 2 ഭാഗവും നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനൊന്ന് ഹാഫ് കുക്കായി വന്ന ശേഷം ബാക്കിയുള്ള മസാല ഇതുപോലെ ചെമ്മീൻ്റെ മുകളിലോട്ടായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ നല്ല മസാല പുരണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ മസാലയൊന്നും കരിഞ്ഞു പോകത്തുമില്ല. അങ്ങനെ നമ്മുടെ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. ആ കാന്താരി മുളകും കറിവേപ്പിലയും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ ചെമ്മീനിന് നൽകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെമ്മീൻ ഫ്രൈ ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.